ഉറപ്പായും അനുജ ആവേശം ഇവിടെ തുടങ്ങാൻ പോകണം. ആ കളി പോകും, കളി ഇതാ വന്നപ്പോ തന്നെ പുലിച്ചേട്ടൻ വന്നു. ജിം അതാണ് സാധനം. എന്ന് പറഞ്ഞാൽ ഈ താളമില്ലാതെ കളിക്കും അല്ലേ? താളമില്ലാതെ കളിക്കും. ഇതല്ലേ? അപ്പൊ ഇവിടെ അനുജ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ എല്ലാവരും പുലികളാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 9 ദേശങ്ങളുടെ 500-ിനടുത്തുള്ള പുലികൾ മാത്രമല്ല, ഇവിടെ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ പുലികളാണ്. എല്ലാവരുടെ ഉള്ളിൽ പുലിയുടെ താളമാണ്. നമ്മുടെ സൂരജ് ചെയ്യുന്നത്. സൂരജ് അപ്പം അതായത് ശങ്കരൻകുളങ്ങര, അതായത് പുലി തകർക്ക് തന്നെ. എനിക്ക് കാര്യമായിട്ട് പറയാം, ഈ കാഴ്ച മാത്രം രാവിലെ തൊട്ട് കൂട്ടിമുട്ടുന്നാണ് പ്രതീക്ഷിച്ചത്. ഞങ്ങള് കൂട്ടിമുട്ടി, പക്ഷേ ഇടയിൽ ഹാഷ്മിയെ കൂട്ടിമുട്ടാൻ, പുലിയെ കൂട്ടിമുട്ടാൻ പറ്റിയില്ല. ഞാൻ രാവിലെ ആണോ എന്ന് വിചാരിച്ചാൽ രാവിലെ നടന്നില്ല. നമ്മൾ നേരിട്ടേ കണ്ടുള്ളൂ, അല്ല ചാനലിലെ കണ്ടുള്ളൂ. തകർക്കാണ്, പൊളിക്കാൻ തന്നെ. അവിടെ നമ്മുടെ ആദ്യ സംഘം വരുമെന്ന് തോന്നുന്നു. ആദ്യ സംഘം വരുന്നത് അങ്ങോട്ട് കിടക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വരവ് നമ്മൾ തുടങ്ങുന്നത് തെക്കേ ഗോപുര നടയുടെ മുമ്പിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്താൽ ഈ വഴിക്ക് തിരിച്ചു പോക്കാണ്. എല്ലാം ഈ വഴിക്ക് വന്ന് തിരിച്ചു പോക്കാണ്. അപ്പോ ഇവിടെ തേങ്ങ ഉടയ്ക്കലുണ്ട്. ഇവിടെ തേങ്ങ ഉടയ്ക്കാതെ ഒന്നും അകത്തേക്ക് പ്രവേശിക്കില്ല. ഇവിടെ ഇപ്പൊ താൽക്കാലികം വന്ന് അവിടെ പ്ലേസ് ചെയ്യും. വന്നു തുടങ്ങുന്നതെല്ലാം ഇവിടെ തേങ്ങ ഉടച്ചേ തുടങ്ങും. അത് ഫ്ലാഗ് ഓഫിന് ശേഷമേ ആരംഭിക്കും. എത്ര സൂക്ഷിച്ചു നോക്കിയാലും കാണാൻ പറ്റാത്ത, എത്രയോ കൊല്ലമായിട്ട് പുലിക്കളിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളാണ് ഹാഷിമി. അത്ഭുത പുലികളി തവണ മാരകമായ മാജിക്കൽ വിസ്മയങ്ങളുണ്ടെന്നാ പറയുന്നത്. മാരകമായ മാജിക് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ചാത്തുക്കുട്ടി പുലി 41 ദിവസം വ്രതം നടത്തിയിട്ട് ഇറങ്ങിയ പാരമ്പര്യമുള്ള നാടാണ് ഇവിടെ. അന്നാണ് ഒലക്കയിൽ നിന്ന് കളിക്കുന്ന പുലിയെ കണ്ടിട്ടുണ്ട്. കാണും, ഇന്ന് വീണ്ടും കാണും. ഒലക്കയിൽ നിൽക്കുന്ന പുലി കാണും, പെൺപുലി കാണും, DI പുലി കാണും, കുഞ്ഞു പുലി കാണും, പെൺപുലി കാണും, എല്ലാം കാണും. ഇത്തവണ എനിക്ക് തോന്നുന്നു ദീർഘമായ ഒരു കാലത്തിന് ശേഷം അറിഞ്ഞു ആസ്വദിക്കുന്ന ഒരു പുലിക്കളി. കഴിഞ്ഞ തവണ ചൂരൽമല ദുരന്തത്തിന്റെ ഒരു പ്രയാസത്തിൽ ഈ പുലിക്കളിയുടെ ആചാരത്തെ മാത്രം മാനിച്ചുകൊണ്ട് നടത്താമെന്ന് തീരുമാനിച്ചാണ്. ഇങ്ങനെ ഇത്തവണ അങ്ങനെയല്ല, അടിച്ചു തകർത്ത് അങ്ങ് ഇറങ്ങാം. ഓക്കെ, മനസ്സിലായി. അപ്പൊ സംഘാടകന്റെ ലെവലിൽ പൂരത്തിനുണ്ട്, പുലികളിക്കുണ്ട്, എല്ലായിടത്തും ഉണ്ട് അല്ലേ? അപ്പൊ ആര് കപ്പടിക്കും? എല്ലാരും പുലികളാണ്. എല്ലാവരും ഈ കാണാൻ നിൽക്കുന്നവരൊക്കെ പുലികളാണ്. 2 സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ? ഒരു ചെറിയ വയറൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചു തരാം. മതിയല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് അനുജ. ഇവിടെ അവിടെ ആദ്യ സംഘം വരികയാണ്. അത് കാണാൻ കഴിയും. ഓരോരുത്തർക്കും പുലികൾ മാത്രമല്ല, 51 പുലികൾ മാത്രമല്ല. അവിടെ ശക്തികുളങ്ങര അല്ലേ? ശങ്കരൻകുളങ്ങരയുടെ ആദ്യ ഗ്രൂപ്പ് അവിടെ നിന്ന് വരികയാണ്. വേണം ജീവിത ലഹരി, നിങ്ങളുടെ ജീവിതം മയക്കുമരുന്ന് വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ നമ്മുടെ SKN40 ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. അപ്പൊ ശങ്കരൻകുളങ്ങരയുടെ ആദ്യ ഫ്ലോട്ട് ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതിന്റെ പിന്നിൽ 51 പുലികൾ വരുന്നുണ്ട്. അതിന്റെ ബാക്കിൽ തൃശ്ശൂർ നഗരസഭയുടെ ഒരു ഫ്ലോട്ട് വരുന്നുണ്ട്. ഇന്ന് ഇക്കുറി അനുജ, എനിക്ക് പ്രധാനമായിട്ടും വേണ്ട മാരകലഹരി, മയക്കുമരുന്നുകൾ നിങ്ങളുടെ ഓർമ്മശക്തിയും അഭിമാനത്തെയും ശരീരത്തിലെ ഓരോ അവയവത്തെയും ബാധിക്കുന്നു, വിട പറയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശങ്കരൻകുളങ്ങരയുടെ ശങ്കരൻകുളങ്ങര ദേശത്തിന്റെ പുലികളി ആഘോഷ സമിതിയുടെ ഈ ഫ്ലോട്ട് ഉള്ളത്. അവിടെ കുറെ കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കുഞ്ഞുങ്ങൾ ചോദിച്ചു നോക്കാം. ചേച്ചിയെ, ലഹരി വേണ്ടെന്നുള്ള? ലഹരി വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.